കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വീശിയടിച്ച കാറ്റിൽ കനത്ത നാശം. ഒരുപാട് വീടുകൾ തകർന്നു. താമരശ്ശേരി ചുരത്തിലെ മരങ്ങൾ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വടക്കൻ കേരളത്തിലെ വൈദ്യുത തടസ്സങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെയാണ് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് ആഞ്ഞു വീശിയത്. താമരശ്ശേരി ചുരത്തിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊടുവള്ളി ആവിലോറയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഷീറ്റും പറന്നു വൈദ്യുതി ലൈനിൽ വീണു. മേപ്പയൂർ കൊഴുക്കല്ലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പുതുക്കിടിക്കണ്ടി സ്വദേശി രതീഷും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാലുശ്ശേരി കോക്കല്ലൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരുക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ മീത്തലേച്ചാലിൽ കുമാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശക്തമായ കാറ്റിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഓടുകൾ പറന്നുപോയി. കക്കയം, കൂരാച്ചുണ്ട്, മുക്കം മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഇടുക്കി ആനച്ചാലിൽ ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസാര പരുക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വയനാട് ബാണാസുര അണക്കെട്ടിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. 24 കോഴിക്കോട്. ഇപ്പം മഴയുണ്ടാകുമെന്ന് പറയുന്നു, കാറ്റുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ്, നേരത്തെയുള്ള കാറ്റൊക്കെ വലിയ നാശമുണ്ടാക്കുന്ന കാറ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഒന്ന് ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുക.